സഞ്ജു സാംസൺ വിധിയെ വെല്ലുവിളിച്ച ചാണക്യൻ. അടിച്ചമർത്താൻ നോക്കിയവർക്ക് മുന്നിൽ പുഞ്ചിരിച്ചുകൊണ്ട് ബാറ്റ് വീശിയ പോരാളി. വെറുമൊരു കളിക്കാരനല്ല സഞ്ജു സാംസൺ, അത് ഓരോ മലയാളിയുടെയും നെഞ്ചിലെ തീയാണ്. വടക്കേ ഇന്ത്യയുടെ ക്രിക്കറ്റ് ലോബികൾ അവനെ തഴയാൻ നോക്കിയപ്പോൾ ഓരോ തവണയും അവൻ ഉയർത്തെഴുന്നേറ്റത് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെയാണ്. ഇന്ന് ലോക ക്രിക്കറ്റ് അവൻ്റെ പേര് ഭീതിയോടെ കേൾക്കുന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ വർഷങ്ങളുടെ അവഗണനയും അതിനെ തോൽപ്പിച്ച കഠിനാധ്വാനവുമുണ്ട്. 2026 ആ ലോകകപ്പ് ചരിത്രം ആരും മറക്കില്ല. ഇന്ത്യയെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ച ആ 321 റൺസുകൾ, 80.25 അവിശ്വസനീയമായ ആവറേജിൽ അവൻ കളം നിറഞ്ഞാടിയപ്പോൾ ഗാലറിയിൽ ഉയർന്നത് ഒരേ ഒരു പേര് മാത്രം, സഞ്ജു. സെമിയിലും ഫൈനലിലും ഇംഗ്ലണ്ടിനെയും ന്യൂസിലൻഡിനെയും അടിച്ചു പരത്തിയപ്പോൾ സഞ്ജുവിനെ പുറത്തിരുത്തിയവർ പോലും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. അതായിരുന്നു തഴയപ്പെട്ടവന്റെ രാജകീയ മറുപടി. ഇന്ന് രാജസ്ഥാന്റെ മൺവിട്ട് സഞ്ജു ചേട്ടൻ ചെന്നൈയുടെ മഞ്ഞക്കുപ്പായത്തിലേക്ക് ചേക്കേറുമ്പോൾ അത് വെറുമൊരു മാറ്റമല്ല, ഒരു സാമ്രാജ്യത്തിന്റെ ഉദയമാണ്. 18 കോടി രൂപയ്ക്ക് ചെന്നൈ അവനെ സ്വന്തമാക്കിയത് വെറുതെയല്ല. സാക്ഷാൽ MS ധോണിയുടെ പിൻഗാമിയായി ആ പവിത്രമായ യെല്ലോ ജേഴ്സിയിൽ സഞ്ജു ഇറങ്ങുമ്പോൾ അത് കാണാൻ കാത്തിരിക്കുകയാണ് കോടിക്കണക്കിന് ആരാധകരുടെ സ്നേഹത്തോടെ വിളിക്കുന്ന ആ ചേട്ടൻ വിളി ഇന്ന് ഇന്ത്യ മുഴുവൻ മുഴങ്ങുകയാണ്. സകലകലാവല്ലഭനായിട്ടും പലപ്പോഴും ചതിയിലൂടെയും അവഗണനയിലൂടെയും അവനെ തളർത്താൻ വിധി ശ്രമിച്ചു. പക്ഷേ 10,000-കണക്കിന് മലയാളികളുടെ പ്രാർത്ഥനയും സ്നേഹവും തോറ്റുകൊടുക്കാൻ മനസ്സില്ലാത്ത മനക്കരുത്തുമാണ് സഞ്ജുവിനെ എന്നും ക്രീസിൽ നിലനിർത്തുന്നത്. ആദ്യ മത്സരത്തിൽ ചെന്നൈക്ക് വേണ്ടി 6 റൺസിന് പുറത്തായെന്ന് പറഞ്ഞ് പരിഹസിക്കുന്നവരോട് ഒന്നു മാത്രം: പുലി 2 അടി പിന്നോട്ട് വെക്കുന്നത് പേടിച്ചിട്ടല്ല, കുതിച്ചു ചാടാനാണ്. ധോണിയുടെ തന്ത്രങ്ങളും സഞ്ജുവിന്റെ പ്രഹാരശേഷിയും ഒന്നിക്കുമ്പോൾ ഈ IPL സീസണിൽ മഞ്ഞപ്പടയുടെ തേരോട്ടം സഞ്ജു നയിക്കും. സഞ്ജു ചേട്ടൻ ആ കപ്പ് ഉയർത്തുന്ന ദിവസം അധികം ദൂരെയില്ല.